ഏതൊരു ക്രൈം കേസ് എടുത്താലും സാധ്യത എന്നൊരു വാക്കുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ നിരവധി കുറ്റകൃത്യങ്ങൾ കണ്ടിട്ടുണ്ട്. ഭാര്യ ഭർത്താവിനെ കൊല്ലും, ഭർത്താവ് ഭാര്യയെ കൊല്ലുന്നത്, ബാങ്ക് കൊള്ളയടിക്കുന്നത്, ഇവയെല്ലാം നമ്മൾ അറിയുന്നുണ്ട്. ഇവയെല്ലാം രാജ്യത്ത് സംഭവിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് നമുക്കറിയാം. എന്നാൽ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഈ ഒരു കുറ്റകൃത്യം സംഭവിക്കാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണിലായിരിക്കും ഇത്തരം ഒരു കുറ്റകൃത്യം സംഭവിക്കുക. ഒരു പക്ഷേ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഈ ഒരു കേസ് മറ്റേതെങ്കിലും ചാനലിൽ നിങ്ങൾ കണ്ടിട്ടില്ല, ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ, ഈ ഒരു കേസിൽ ഒരു വിശ്വാസമേ വരില്ല. എന്താണ് ഈ പറയുന്നത്? ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ? നിങ്ങൾ ഈ പറയുന്നതിൽ യാതൊരു യുക്തിയുമില്ലല്ലോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിപ്പോകും. അങ്ങനെ ഒരു പക്ഷേ ഞാൻ ഈ പറയാൻ പോകുന്ന ഈ ഒരു കേസിൽ നിങ്ങൾക്കൊരു സംശയം വന്നാൽ, ഈ കേസ് ഞാൻ എവിടെയെല്ലാം റെഫർ ചെയ്തു, എവിടെയെല്ലാം വായിച്ചു, അതിൻ്റെ ലേഖനം ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട്. അത് വായിച്ചു നോക്കുക. ഈ പറയാൻ പോകുന്ന കേസ് 100% ശരിക്കും സംഭവിച്ചതാണ്. നമ്മുടെ സങ്കല്പങ്ങൾക്കും അപ്പുറമുള്ള ഒരു കേസ്. ഇന്ത്യയിലെ രാജസ്ഥാനിൽ ബാർമർ എന്ന ഒരു ജില്ല. ഈ ജില്ലയിൽ നിരവധി ചെറിയ ചെറിയ ഗ്രാമങ്ങളുണ്ട്. പിന്നോക്കം നിൽക്കുന്ന നിരവധി ഗ്രാമങ്ങൾ, നിരക്ഷരായ ആളുകൾ, അവരുടെ ജീവിതമൊക്കെ ഒരല്പം പിന്നോട്ടാണ്. ഇത്തരമൊരു ഗ്രാമത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് അറിയണമെങ്കിൽ നമ്മൾ 1981 പോകണം. ഈ ഒരു ഗ്രാമത്തിൽ ഒരു ചടങ്ങുണ്ട്, ശൈശവ വിവാഹം. നിങ്ങൾക്കറിയാം, ചെറുപ്പത്തിലെ വിവാഹം കഴിപ്പിച്ചയക്കുക. ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ധാരാളം ഗ്രാമങ്ങളുണ്ടെന്ന്. ഈ ഗ്രാമങ്ങളിലെ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കുട്ടികൾ, ഇവരെ വിവാഹം കഴിപ്പിക്കുന്നത് ഒരു സാധാരണ കാര്യമായിരുന്നു. പക്ഷെ ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഇവിടെ ഈ വിവാഹം 12 അല്ലെങ്കിൽ 13 വയസ്സുള്ള ഒരു കുട്ടിയെ വിവാഹം കഴിപ്പിച്ചയക്കും. സാധാരണ രീതിയിൽ തന്നെ കുടുംബങ്ങളെയും ബന്ധുക്കളെയും ആളുകളെ എല്ലാം ക്ഷണിച്ച് ഭക്ഷണമൊക്കെ കൊടുത്ത് വളരെ ആഘോഷമായി തന്നെ നടത്തും. എന്നാൽ വിവാഹം കഴിഞ്ഞതിന് ശേഷം എന്തായിരിക്കും സംഭവിക്കുക? നമ്മുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ പെൺകുട്ടിയെ വരന്റെ വീട്ടിലേക്ക് അയക്കും. എന്നാൽ ഇവിടെ സംഭവിക്കുന്നത്, വിവാഹം കഴിഞ്ഞ ആ പെൺകുട്ടിയെ മാതാപിതാക്കൾ സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. പിന്നീട് ആ പെൺകുട്ടിക്ക് 18 വയസ്സ് തികയുന്നത് വരെയും കാത്തിരിക്കും. അവൾക്ക് 18 വയസ്സ് തികയുമ്പോൾ പെൺകുട്ടി ഭർത്താവിനൊപ്പം താമസിക്കാൻ തയ്യാറാണ്, ശാരീരികമായും മാനസികമായും അവൾ ഒരുക്കമാണ് എന്നൊരു സ്റ്റേജ് എത്തുമ്പോൾ അപ്പോൾ ആ പെൺകുട്ടിയുടെ ഭർത്താവിന്റെ വീട്ടിലേക്ക് അവളെ അയക്കും. അതും വെറുതെ പെട്ടെന്ന് അങ്ങനെ അയക്കില്ല. ഗാന എന്ന ഒരു ഫംഗ്ഷൻ അവിടെ നടത്തും. മകൾ വലിയ പെൺകുട്ടിയായി ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയാണ്. അതൊന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഗാന എന്ന ഫംഗ്ഷൻ നടത്തുന്നത്. ഇത് വളരെ സാധാരണയായി ആ ഗ്രാമങ്ങളിൽ നടക്കുന്നുണ്ട്. അങ്ങനെ 1981 13 വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് ഇതുപോലെ വിവാഹം നടക്കുന്നു. വിവാഹശേഷം പെൺകുട്ടിയുടെ മാതാപിതാക്കൾ അവളെ വീട്ടിലേക്ക് തിരികെ കൊണ്ടുപോകുന്നു. അവൾക്ക് 18 വയസ്സാകുന്നത് വരെയും അവർ കാത്തിരിക്കുന്നു. ഇവിടെയുള്ള മറ്റൊരു സവിശേഷത, ആ പ്രദേശത്തെ സ്ത്രീകളെല്ലാം പർദ്ദ ധരിക്കുന്നവരാണ്, ബൂർഖ ധരിക്കും. വിവാഹ സമയത്താണെങ്കിൽ കൂടിയും എല്ലാവരും ഇതുപോലുള്ള വസ്ത്രമായിരിക്കും ധരിക്കുക. വരന്റെ മുഖം നേരിട്ട് കാണുന്നത് വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുടെ അച്ഛൻ അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ ഭാഗത്തു നിന്നുള്ള പുരുഷന്മാർ മാത്രമാണ് ആ വരന്റെ മുഖം കാണുന്നത്. അങ്ങനെ ആ വിവാഹം കഴിയുന്നു. പെൺകുട്ടിയെ വീട്ടിലേക്കും കൊണ്ടുപോകുന്നു. വർഷങ്ങൾ ഇങ്ങനെ പോകുന്നു. പെൺകുട്ടിക്ക് ഇപ്പോൾ 17 വയസ്സായി. ഒരു വർഷത്തിൽ 18 വയസ്സ് തികയും. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ആ ഗ്രാമത്തിലാണെങ്കിൽ ഇലക്ട്രിസിറ്റി സപ്ലൈ എന്നത് വളരെ വളരെ കുറവാണ്. ഒരു ദിവസം മാക്സിമം ഒരു 2-3 മണിക്കൂർ മാത്രമേ വൈദ്യുതി ഉണ്ടാവുകയുള്ളൂ. അതും വൈകുന്നേരം രാത്രി സമയങ്ങളിലൊക്കെ വൈദ്യുതി പൂർണ്ണമായും കട്ട് ചെയ്യും. അങ്ങനെ ഒരു പ്രദേശം. ഇങ്ങനെ 1981 ഈ പെൺകുട്ടിക്ക് 17 വയസ്സുള്ളപ്പോൾ അവളുടെ അച്ഛൻ അന്ന് ജോലിക്ക് പോയി. വീട്ടിൽ അവളും മുത്തശ്ശിയും അവളുടെ അമ്മയും മാത്രം. രാത്രി ഒരു 8 മണിയായിട്ടുണ്ടാകും. ആരോ വന്ന് വാതിൽ മുട്ടി. 17 വയസ്സുള്ള ആ കുട്ടിയുടെ അമ്മ വാതിൽ തുറക്കുന്നു. 25 വയസ്സ് തോന്നിക്കുന്ന ഒരു പുരുഷൻ നിൽക്കുകയാണ്. വൈദ്യുതി ഇല്ലാത്തത് കൊണ്ട് തന്നെ അവന്റെ മുഖം കൃത്യമായി കാണാൻ സാധിച്ചില്ല. നീ ആരാണ്, എന്തിനാണ് വന്നത് എന്ന് ചോദിച്ചു. തിരിച്ചവനും, എന്നെ മനസ്സിലായില്ലേ, നന്നായി ഒന്ന് നോക്കി പറയാമോ എന്ന് പറഞ്ഞു. ഈ അമ്മയും വീണ്ടും ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. എന്നിട്ടും അവർക്കൊന്നും മനസ്സിലായില്ല. ഇല്ല മകനെ, എനിക്ക് നിന്നെ മനസ്സിലായില്ല, ദയവ് ചെയ്ത് പറയാമോ, നീ ആരാണ്, എന്തിനാണ് ഈ സമയത്ത് വന്നത് എന്ന് ചോദിച്ചു. എന്നെ മനസ്സിലായില്ലേ, ഞാനാണ് നിങ്ങളുടെ മരുമകൻ. വർഷങ്ങൾക്ക് മുൻപ് നിങ്ങളുടെ മകളെ വിവാഹം കഴിച്ചയാൾ ഞാനാണ്. ഇപ്പോ ആ അമ്മയ്ക്ക് ഒന്നും മനസ്സിലായില്ല, പെട്ടെന്ന് ഞെട്ടിപ്പോയി. കാരണം ആ അമ്മ ആദ്യമായാണ് ആ വ്യക്തിയെ കാണുന്നത്. വിവാഹ സമയത്ത് ഭർത്ത ധരിച്ചിരുന്നത് കൊണ്ട് വരനെ കൃത്യമായി കണ്ടിട്ട് പോലുമില്ല. പ്രത്യേകിച്ച് സ്ത്രീകൾ ആരും തന്നെ കണ്ടില്ല, അവരുടെ ഭർത്താവ് ഒഴികെ. ഉടൻ തന്നെ ആ അമ്മ മകനോട് ക്ഷമ ചോദിക്കുകയാണ്. ക്ഷമിക്കണം, ഞാൻ ഇതിനു മുൻപ് നിങ്ങളെ കണ്ടിട്ടേ ഇല്ല, അതുകൊണ്ട് എനിക്ക് മനസ്സിലായില്ല, ദയവ് ചെയ്ത് വീടിനുള്ളിലേക്ക് വരണം എന്ന് ക്ഷണിക്കുന്നു. അങ്ങനെ ആദ്യമായി അയാൾ ആ വീടിനുള്ളിലേക്ക് കയറുന്നു. മകൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ഇതാണ് നീ വിവാഹം കഴിച്ച നിന്റെ ഭർത്താവെന്ന്. വർഷങ്ങൾക്ക് ശേഷം കാണുകയാണ്, തീർച്ചയായും സന്തോഷം ഉണ്ടാകും.
എന്നിട്ട് മരുമകന് രാത്രി കഴിക്കാൻ നല്ല ഭക്ഷണം കൊടുക്കുന്നു. ഇങ്ങനെ ഇവർ ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ട് അങ്ങനെ ഇരുന്ന് സംസാരിക്കുകയാണ്. ഞാനൊരു ജോലി ആവശ്യത്തിനായി ഇതുവഴി വന്നതാണ്. അപ്പോഴാണ് ഈ വീട് ക്രോസ് ചെയ്തത്. എന്തായാലും വന്നതല്ലേ, അപ്പോൾ പിന്നെ കയറിയിട്ട് പോകാമെന്നാണ് കരുതിയത്. എന്തായാലും എല്ലാവരെയും കണ്ടതിൽ ഒരുപാട് സന്തോഷം. ഞാൻ ഈ ഇറങ്ങട്ടെ എന്ന് ചോദിച്ചു. ഈ സമയമാണ് ആ പെൺകുട്ടിയുടെ അമ്മ, സമയം ഇപ്പോൾ 10:30 ആയല്ലോ, ഇനിയിപ്പോൾ പോയിട്ട് എന്തിനാണ്? ഇവിടെയാണെങ്കിൽ കറണ്ടുമില്ല, വെട്ടവും വെളിച്ചവും ഒന്നുമില്ല. ഇനിയിപ്പോൾ രാത്രി പോയാൽ മതി. എൻ്റെ വീട്ടിൽ ഒരു മുറിയുണ്ട്, കാലിയായി കിടക്കുകയാണ്. അവിടെ ഇന്ന് നീ ഉറങ്ങിക്കോ എന്ന് മരുമകനോട് പറഞ്ഞു. മരുമകനും അത് സമ്മതിച്ചു. പോരാത്തതിന് മകളുടെ ഭർത്താവല്ലേ, ആദ്യമായി വീട്ടിൽ വന്നതല്ലേ, അതുകൊണ്ട് മകളെയും സ്വന്തം ഭർത്താവിനോടൊപ്പം കഴിയാനായി ആ അമ്മ സമ്മതിച്ചു. അങ്ങനെ അന്ന് ഭാര്യ ഭർത്താവ് രണ്ടുപേരും ഒരു മുറിയിലാണ്. അന്നാണ് അവരുടെ ആദ്യ രാത്രി. സത്യത്തിൽ ഇതിവർ പദ്ധതിയിട്ടതൊന്നും അല്ല. ഈ ഗാന എന്ന ഫെസ്റ്റിവലിന് ശേഷമാണ് ഈ ചടങ്ങുകളൊക്കെ നടക്കേണ്ടത്. പക്ഷെ മരുമകൻ യാദൃശികമായി വന്നതുകൊണ്ട് അവൻ താമസിക്കുന്ന മുറിക്കുള്ളിലേക്ക് അമ്മ മകളെയും അയച്ചു. രാത്രി കഴിയുന്നു, രാവിലെ ആയി. വളരെ വേഗം തന്നെ അമ്മ എഴുന്നേറ്റ് മരുമകന് വേണ്ടിയുള്ള ഭക്ഷണമെല്ലാം തയ്യാറാക്കി. മകളെ അടുത്ത് വിളിച്ചിട്ട് നിന്റെ ഭർത്താവിനെ വിളിച്ചിട്ട് വാ, കഴിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ മകൾ മുറിക്കുള്ളിലേക്ക് പോകുന്നു. മുറിക്കുള്ളിൽ ഭർത്താവിനെ കാണുന്നില്ല. അവൾ വല്ലാതെ പരിഭ്രാന്തയായി അമ്മയോട് ചെന്ന് വിവരം പറഞ്ഞു. ഒരു പക്ഷേ രാവിലെ നടക്കാൻ ഇറങ്ങിയിട്ടുണ്ടാകും, അല്പസമയത്തിൽ വരും, കാത്തിരിക്കാമെന്നും പറഞ്ഞു. ഒരു 7 മണിയായി, 8 മണിയായി, 9 മണിയായി. പുറത്തേക്ക് പോയ മരുമകൻ തിരിച്ചെത്തിയില്ല. ഒരു പക്ഷേ എന്തെങ്കിലും അത്യാവശ്യ ജോലി ആയിരിക്കാം, അവൻ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടാകാം എന്ന് കരുതി അവർ സമാധാനിച്ചു. ഈ സമയത്താണ് ആ 17 വയസ്സുള്ള പെൺകുട്ടി അമ്മയോട് അടുത്ത് ചെന്ന് ഒരു കാര്യം പറഞ്ഞു. എനിക്ക് അമ്മയോടൊരു കാര്യം പറയണം. അമ്മയ്ക്കിപ്പോൾ ഒരു അല്പം ഉത്കണ്ഠ വന്നു. എന്താണ് അവൾ പറയാൻ പോകുന്നത്? ശരി, നീ പറ എന്ന് പറഞ്ഞു. ഇന്നലെ രാത്രി ഞാൻ ഭർത്താവുമായി മുറിക്കുള്ളിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് അദ്ദേഹം എന്നോട് വിവാഹ ദിവസം അണിഞ്ഞ എല്ലാ സ്വർണ്ണാഭരണങ്ങളും അണിയാനായി എന്നോട് ആവശ്യപ്പെട്ടു. ഭർത്താവ് വീണ്ടും പറയുകയല്ലേ, അങ്ങനെ കാണാൻ ആഗ്രഹിച്ചുകൊണ്ടായിരിക്കും അദ്ദേഹം പറയുന്നത്. ഞാനും ഈ ആഭരണങ്ങളെല്ലാം അണിഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്തിരുന്നു. ഈ ആഭരണങ്ങളൊക്കെ കണ്ടിട്ട് അദ്ദേഹം പറഞ്ഞത്, ഇത്ര ചെറിയ ആഭരണങ്ങളാണല്ലോ, നിന്റെ സൗന്ദര്യത്തിന് ഇതൊട്ടും ചേരുന്നില്ല. ഒരു കാര്യം ചെയ്യ്, ഇതെല്ലാം നീ ഊരി എൻ്റെ കയ്യിൽ തന്നേക്ക്. ഞാൻ ഇതെല്ലാം ഇപ്പോഴത്തെ മോഡൽ അനുസരിച്ച് കുറച്ച് വലുതാക്കി നിനക്ക് വീണ്ടും പണിത് കൊണ്ടുതരാമെന്ന് പറഞ്ഞു. ഇപ്പോൾ അവൾക്കത് ശരിയാണെന്ന് തോന്നി. ഇത്രയും വർഷങ്ങൾക്ക് മുൻപെടുത്ത സ്വർണ്ണമാണ്, ആ സമയത്തെ മോഡലാണ്, ഇതിപ്പോൾ പഴയതായിട്ടുണ്ടാകും. അതുകൊണ്ട് ഭർത്താവ് കൊണ്ടുപോയി തനിക്ക് പുതിയ നല്ല മോഡലുള്ള സ്വർണ്ണങ്ങൾ തിരികെ കൊണ്ടുവരും എന്ന വിശ്വാസത്തിൽ അവൾ അതെല്ലാം എടുത്ത് ഭർത്താവിൻ്റെ കയ്യിൽ കൊടുത്തു. ഇപ്പോൾ ആ വീട്ടിൽ ഭർത്താവുമില്ല, കൊടുത്ത സ്വർണവുമില്ല. അമ്മയ്ക്ക് ആദ്യം കേട്ടപ്പോൾ ഇതൊരല്പം ബുദ്ധിമുട്ടായി തോന്നിയെങ്കിലും ശരി, മരുമകനല്ലേ വന്നത്, എന്തായാലും സ്വർണമെല്ലാം അവൻ്റേത് തന്നെയല്ലേ, അതും മകൾക്ക് വേണ്ടി ഇനി പുതിയ സ്വർണം ചെയ്ത് തിരികെ കൊണ്ടുവരുമല്ലോ, സാരമില്ല എന്ന് കരുതി അവരും അങ്ങനെ ഇരുന്നു. ഇങ്ങനെ ഒരു 2-3 ദിവസം പോയി. ഇപ്പോൾ ജോലിക്ക് പോയ ഈ വീട്ടിലെ 17 വയസ്സുകാരിയുടെ അച്ഛൻ തിരികെ വീട്ടിലേക്ക് വരികയാണ്. വരുമ്പോൾ കൂടെ ഒരു 25 വയസ്സ് തോന്നിക്കുന്ന ഒരു യുവാവുമുണ്ട്. ഇപ്പോൾ ഈ 17 വയസ്സുകാരിയുടെ അമ്മ ഭർത്താവിനോട് ചോദിച്ചു, കൂടെ ആരാണുള്ളത്, ഇതുവരെയും കണ്ടിട്ടില്ലല്ലോ എന്ന്. ഇപ്പോഴാണ് ഈ അച്ഛൻ പറയുന്നത്, അറിയില്ലേ, ഇതാണ് നിന്റെ മരുമകൻ, നമ്മുടെ മകളുടെ ഭർത്താവ്. ഓ, നിങ്ങൾ അന്ന് കണ്ടില്ലല്ലോ, അതുകൊണ്ട് പിന്നെ നിനക്ക് അറിയാൻ യാതൊരു സാധ്യതയുമില്ല. എന്തായാലും നീ ഇപ്പോൾ നന്നായിട്ടൊന്ന് കണ്ടോ, ഇതാണ് 4 വർഷം മുൻപ് നമ്മുടെ മകളെ വിവാഹം കഴിച്ചയാൾ. ഇപ്പോൾ ഇത് കേട്ട അമ്മയ്ക്ക് എന്ത് ചെയ്യണമെന്നേ അറിയില്ല. ഈ സംഭവങ്ങൾ നടക്കുമ്പോൾ ആ 17 വയസ്സുകാരി അവിടെ ഇല്ല, അവൾ മുറിക്കുള്ളിലാണ്. ഇപ്പോൾ ഈ അമ്മയ്ക്ക് ഒരു സെക്കൻഡ് തൻ്റെ ഹൃദയം തന്നെ നിലച്ചു പോകുന്ന രീതിയിലുള്ള ഒരു സാഹചര്യം. ഇതാണോ യഥാർത്ഥ മരുമകൻ? അപ്പോൾ പിന്നെ 4 ദിവസം മുൻപ് നമ്മുടെ വീട്ടിൽ വന്ന ആ വ്യക്തി അതാരാണ്? മനസ്സിൽ പല ചോദ്യങ്ങൾ വരാൻ തുടങ്ങി. ഒരു രാത്രി മുഴുവനും തൻ്റെ മകളുമായി മുറിയിൽ താമസിച്ചു. അതാരാണ്? മകളുടെ പക്കൽ നിന്നും സ്വർണവും വാങ്ങിക്കൊണ്ടുപോയി. അവൻ ആരാണ് എന്ന ചോദ്യം ഇങ്ങനെ തുടർന്ന് വരാൻ തുടങ്ങി. പക്ഷേ ഭയമൊന്നും മരുമകന്റെ മുൻപിൽ കാണിച്ചില്ല. മകളും മുറിയിലാണ്, മകൾക്കും കാര്യം അറിയില്ല. അങ്ങനെ മരുമകനെ സൽക്കരിക്കുന്നു, ഭക്ഷണം പാനീയമെല്ലാം നൽകി. 1 മണിക്കൂർ കഴിഞ്ഞ് അയാൾ തിരികെ പോകുന്നു. ഇപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി, ആദ്യം വന്നത് യഥാർത്ഥ മരുമകൻ അല്ല, അവൻ ഒരു ചതിയനാണ്. പക്ഷെ അവനോടൊപ്പം തൻ്റെ മകൾ ഒരു രാത്രി മുഴുവനും ചിലവഴിച്ചിട്ടുണ്ട്. ആദ്യ രാത്രി അവസാനിച്ചല്ലോ എന്നൊക്കെ ചിന്തിച്ച് ഈ കാര്യങ്ങളെല്ലാം സ്വന്തം ഭർത്താവിനോടും പറഞ്ഞു. ഇപ്പം ഇവർക്ക് 2 പേർക്കും എന്ത് ചെയ്യണമെന്നേ അറിയില്ല. സ്വർണവും കാണാനില്ല. ഇത് പുറത്തറിഞ്ഞാൽ വലിയൊരു അപമാനമായിരിക്കും. ഒന്ന് ചിന്തിച്ചു നോക്കുക, ഒരു ഗ്രാമം, ഇങ്ങനൊരു സംഭവം നടന്നു, അത് പുറത്തറിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? സ്വർണം പോയതുപോലും കാര്യമാക്കില്ല, മകളുടെ മാനം പോയി. ഇനി അവൾ ജീവിക്കാൻ പോകുന്ന സ്ഥലം, ഭർത്താവ് അവളെ അംഗീകരിക്കുമോ? അവളുടെ ഭാവി ജീവിതം എങ്ങനെയാണ്? സത്യം പറഞ്ഞാൽ ഏതെങ്കിലും ഒരാൾ അവളെ അംഗീകരിക്കുമോ? ഈ ഒരു ഭയമായിരുന്നു ആ കുടുംബത്തിന്. ഇവരിപ്പോൾ തീരുമാനിച്ചു,
ഇതിനെക്കുറിച്ച് ആരോടും പറയണ്ട. ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടേയില്ല. സ്വർണം പോയത് പോകട്ടെ, നമുക്കത് വീണ്ടും വാങ്ങാം. അഭിമാനം പോയാൽ തിരികെ വരില്ല. അതുകൊണ്ട് ഇവർ രണ്ടുപേരും ഈ ഒരു സംഭവം ഒരു ദുസ്വപ്നമായി കരുതി മറക്കാൻ തുടങ്ങി. ഇനി ആരോടും ഇതിനെക്കുറിച്ച് ഒരു വാക്ക് പോലും സംസാരിക്കേണ്ട എന്ന് തീരുമാനിച്ചു. പക്ഷെ ഇക്കാര്യങ്ങളൊന്നും മകൾക്കറിയില്ല. ജീവിതം വീണ്ടും സാധാരണ നിലയിലേക്ക് പോകുന്നു. ഇപ്പോൾ ഈ ബാർമർ എന്ന ജില്ലയിൽ ഒരുപാട് വില്ലേജസ്, തൊട്ടടുത്ത ഗ്രാമത്തിലും ഇതുപോലൊരു സംഭവം ഉണ്ടായി എന്നുള്ള വിവരം ഈ കുടുംബം അറിയുന്നു. പക്ഷെ പോലീസിൽ ഇതിനെക്കുറിച്ചുള്ള കംപ്ലൈന്റ് നൽകിയിട്ടില്ല. ഒരാളിൽ നിന്നും മറ്റൊരാൾ അറിഞ്ഞ് അങ്ങനെ ഒരു ചെയിൻ പോലെ അറിഞ്ഞറിഞ്ഞ് ഈ കുടുംബത്തിൽ ഈ വിവരം എത്തി. ഇതുപോലൊരു വ്യക്തി ഇതുപോലെ വിവാഹം കഴിഞ്ഞ് ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകാനായി കാത്തിരിക്കുന്ന സമയത്ത് ഒരാൾ കടന്നു വരികയും ആ പെൺകുട്ടിയോടൊപ്പം താമസിക്കുകയും സ്വർണം എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. ഇപ്പോൾ ആ സംഭവവും തൻ്റെ വീട്ടിൽ നടന്ന സംഭവവുമായി മാച്ച് ചെയ്യുമ്പോൾ യാതൊരു സംശയമില്ല, അവർക്ക് ഉറപ്പായി ഈ ഒരു സന്ദർഭം പ്രയോജനപ്പെടുത്തി ഈ ഒരു പരിപാടിയുമായി ചുറ്റിത്തിരിയുന്ന ഒരു ക്രിമിനൽ ഈ ഏരിയയിൽ ഉണ്ടെന്ന്. പക്ഷെ ഇതിൽ പ്രശ്നം എന്താണെന്നും പറഞ്ഞാൽ, ഇതിൽ ബാധിക്കപ്പെട്ട ആരും തന്നെ ഒഫീഷ്യലായി പോലീസിൽ ഒരു കംപ്ലൈന്റ് ചെയ്യാൻ തയ്യാറല്ല. കാരണം ആ കുടുംബത്തിന്റെ അഭിമാനം നഷ്ടമാകും. ആ കുടുംബവും അല്ല, എത്ര കുടുംബമായിരിക്കും ഈ വില്ലേജിൽ ഇങ്ങനെ ബാധിക്കപ്പെട്ടത്, ആരും പുറത്ത് പറയുന്നുമില്ല. ഇങ്ങനെ ഈ സംഭവങ്ങൾ നടന്ന് ദിവസങ്ങൾ പോകുന്നു. ഇത് ചെയ്ത വ്യക്തിയും ഇക്കാര്യം ആരും പുറത്ത് പറയാത്തത് കൊണ്ട് തൻ്റെ ഈ കുറ്റകൃത്യം അങ്ങനെ തുടർന്നുകൊണ്ടേ പോയി. ഇവിടെയാണ് ഈ കേസിൽ ഒരു ട്വിസ്റ്റ് സംഭവിക്കുന്നത്. ആദ്യം ആ ഒരു കുറ്റകൃത്യം നടന്ന ആ ഒരു സ്ഥലം, ആ 17 വയസ്സുള്ള പെൺകുട്ടി, അവൾ ഈ ആദ്യം വന്നതാണ് തൻ്റെ ഭർത്താവ് എന്നാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം ഈ യഥാർത്ഥ ഭർത്താവ് ഈ വീട്ടിലേക്ക് വരികയാണ്. അമ്മയും അച്ഛനും ഇല്ല. വീട്ടിലേക്ക് വന്നപ്പോൾ മകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മകളോട് സംസാരിക്കാൻ തുടങ്ങി. ഇപ്പോൾ ഇവൾ ചിന്തിച്ചത് അന്നത്തെ ദിവസം വന്ന അതേ വ്യക്തി തന്നെയാണ് ഇത് എന്ന്. കാരണം അന്ന് കറണ്ടുമില്ലായിരുന്നു, കൃത്യമായി കണ്ടതുമില്ല. അപ്പോൾ തൻ്റെ കൂടെ താമസിച്ചതും സ്വർണം വാങ്ങിക്കൊണ്ട് പോയതും ഇയാൾ തന്നെയാണെന്ന് അവൾ ചിന്തിച്ചു. അതുകൊണ്ട് അവൾ നോർമലായി ചോദിച്ചു, അന്ന് രാത്രി താമസിച്ചല്ലോ, സ്വർണം വാങ്ങിക്കൊണ്ട് പോയല്ലോ, സ്വർണത്തിന് എന്തു പറ്റി, അത് പുതുക്കി പണിതോ എന്നൊക്കെ ചോദിച്ചു. ഇപ്പോൾ യഥാർത്ഥ ഭർത്താവിന് എന്താണ് ഈ പറയുന്നത്, ഞാൻ എപ്പോഴാണ് വന്നത്, എപ്പോൾ സ്വർണം വാങ്ങിക്കൊണ്ടുപോയി എന്ന് ചോദിച്ചു. ഇല്ല, അന്ന് രാത്രി വന്നല്ലോ, രാത്രി മുഴുവനും എന്നോടൊപ്പം താമസിച്ചല്ലോ, സ്വർണമെല്ലാം ഞാനല്ലേ പാക്ക് ചെയ്ത് തന്നത്. അപ്പോഴാണ് യഥാർത്ഥ ഭർത്താവിന് മനസ്സിലായത്, ആരോ ഒരാൾ കള്ളം പറഞ്ഞ് ഈ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്, തൻ്റെ ഭാര്യയുമായി താമസിച്ചിട്ടുണ്ട്, ആഭരണങ്ങൾ എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. ഈ സമയത്ത് അവളുടെ അമ്മയും അച്ഛനും വീട്ടിലേക്ക് വരുന്നു. അവിടെ വല്ലാത്തൊരു സംഘർഷം നിറഞ്ഞ സാഹചര്യം. എല്ലാവരും ഇപ്പോൾ പ്രതീക്ഷിച്ചത്, ഇനി നിങ്ങളുടെ മകളുടെ കൂടെ ജീവിക്കാൻ സാധിക്കില്ല, എനിക്കിനി ബന്ധം വേണ്ട എന്നും പറഞ്ഞ് മരുമകൻ വഴക്കിട്ട് തിരികെ പോകുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ അവനൊരല്പം വിദ്യാസമ്പന്നനായിരിക്കാം, മെച്യൂരിറ്റിയോടുകൂടി ചിന്തിച്ചു. അവൻ പറഞ്ഞത്, നിങ്ങളീ പറയുന്നത് കണ്ടാൽ നമ്മുടെ വീട് മാത്രമല്ല, ചുറ്റുപാടുമുള്ള ഒരുപാട് ഗ്രാമങ്ങളിൽ ഇതുപോലുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഏതോ ഒരു വ്യക്തി ഇങ്ങനെ തുടർച്ചയായി ചെയ്യുന്നുണ്ട്, ആരും കംപ്ലൈന്റ് കൊടുക്കുന്നില്ല. അപ്പോൾ നമുക്ക് തന്നെ കംപ്ലൈന്റ് കൊടുക്കാം, നമുക്ക് ആരംഭിച്ചു വയ്ക്കാമെന്നും പറഞ്ഞു. ഇപ്പോൾ ഇതാ ഭർത്താവിൻ്റെ നല്ല മനസ്സിനെയാണ് കാണിക്കുന്നത്. എന്നാൽ അപ്പോഴും അച്ഛനും അമ്മയും പറഞ്ഞത്, നിങ്ങൾ നല്ലൊരു മനുഷ്യനാണ്, നിങ്ങളുടെ മഹാമനസ്കതയെ ഞങ്ങൾ മാനിക്കുന്നു. പക്ഷെ ഇപ്പോൾ കംപ്ലൈന്റ് കൊടുത്താൽ എന്ത് സംഭവിക്കും? എൻ്റെ മകളുടെ കൂടെ മറ്റൊരാൾ വന്ന് താമസിച്ചു എന്ന രീതിയിൽ നാട് മുഴുവനും സംസാരിക്കും. നാളെ നിങ്ങളുടെ ജീവിതം എന്താകുമെന്ന രീതിയിൽ സംസാരിച്ചു. ഇവിടെയും ന്യായമുള്ളതായി അദ്ദേഹത്തിന് തോന്നി. ഇപ്പോൾ ഭർത്താവ്, അച്ഛൻ, അമ്മ ഒരു തീരുമാനത്തിലെത്തി. നമ്മൾ പോലീസ് കംപ്ലൈന്റ് ചെയ്യാം, പക്ഷെ കംപ്ലൈന്റ് ചെയ്യേണ്ട രീതി വ്യത്യസ്തമായിരിക്കണം. വീടിനുള്ളിലേക്ക് ഒരാൾ വന്നു, ഭർത്താവാണെന്നും പറഞ്ഞു, സ്വർണമൊക്കെ വാങ്ങിക്കൊണ്ടുപോയി. നമ്മുടെ മകളുടെ കൂടെ ഒരു ദിവസം താമസിച്ചു എന്നുള്ള കാര്യം മാത്രം നമ്മൾ പറയണ്ട, ആ ഒരു രീതിയിൽ കംപ്ലൈന്റ് ചെയ്യാം. ഇത് നല്ലൊരു ഐഡിയ ആണെന്ന് തോന്നി. അതനുസരിച്ച് കംപ്ലൈന്റും കൊടുത്തു. ഈ കംപ്ലൈന്റ് വന്നതിന് ശേഷം മറ്റൊരു കുടുംബം ഇതേ രീതിയിൽ കംപ്ലൈന്റ് കൊടുത്തു. മകളോടൊപ്പം ഒരു ദിവസം താമസിച്ചു എന്നവർ പറഞ്ഞിട്ടില്ല, പകരം സ്വർണം കൊണ്ടുപോയെന്ന് മാത്രം പറഞ്ഞു. പോലീസ് ചെയ്തത് ഇയാളെ വല വീശി തിരയാൻ തുടങ്ങി. പോലീസിന് കൃത്യമായി അറിയാം ഈ പെൺകുട്ടികളോടൊപ്പം അയാൾ താമസിച്ചിട്ടുണ്ട്. പക്ഷെ അത് മാതാപിതാക്കൾ പറയാൻ തയ്യാറല്ല, ആ ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ആയിട്ടുമില്ല. അപ്പൊ പിന്നെ അയാളെ പിടിച്ചാലും മോഷണ കേസ് മാത്രമേ ചുമത്താൻ സാധിക്കൂ. അങ്ങനെ പോലീസ് അവനെ തിരയുമ്പോൾ മറ്റൊരു ഗ്രാമത്തിൽ നിന്നും പോലീസിന് ഒരു വിവരം ലഭിച്ചു. ഞങ്ങളുടെ ഗ്രാമത്തിൽ ഒരാൾ സംശയിക്കുന്ന രീതിയിൽ കറങ്ങുന്നുണ്ട്, അവനെ ഞങ്ങൾ ഇതുവരെയും കണ്ടിട്ടുമില്ല, അവൻ സംസാരിക്കുന്ന രീതിയും ശരിയല്ല. ഇത് കേട്ട പോലീസ് ഉടൻ തന്നെ ആ ഗ്രാമത്തിലെത്തി ഇവർ പറഞ്ഞ ആ വ്യക്തിയെ പിടിച്ച് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നു. അയാളോട് കുറച്ചു സമയം സംസാരിച്ചപ്പോൾ തന്നെ പോലീസിന് മനസ്സിലായി, ഇയാളാണ് ഈ ഭർത്താവെന്ന മുഖംമൂടി ധരിച്ച് ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത് എന്ന്. പോലീസ് അവരുടേതായ രീതിയിൽ മർദ്ദിച്ച് ചോദ്യം ചെയ്തപ്പോൾ അവൻ സത്യം പറയുകയും ചെയ്തു. അതെ, ഞാൻ തന്നെയാണ് ഈ കുറ്റകൃത്യം ചെയ്തത് എന്ന്.
ഇവനെ അറസ്റ്റ് ചെയ്ത് ഈ അന്വേഷണം കോടതിയിലും പോകുന്നു. ഞാൻ ഇതിനകം പറഞ്ഞു, ആരും അയാൾ സ്ത്രീയോട് മോശമായി പെരുമാറി എന്ന രീതിയിൽ പരാതി നൽകിയിട്ടില്ല. മോഷണ കേസ് മാത്രമേ ഫയൽ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ടൊരു ചെറിയ ശിക്ഷ മാത്രമേ ലഭിക്കൂ. അതും ജയിലിലെ നല്ല നടത്തിപ്പ് കാരണം കുറച്ച് ദിവസത്തിൽ തന്നെ അയാൾ പുറത്തേക്ക് വരികയും ചെയ്തു. ഇയാളുടെ പേര് ജിയാറാം ജത്ത്. ഇയാൾക്കൊരു 30-32 വയസ്സ് തോന്നിക്കും. ഇപ്പൊ പോലീസ് ഇയാളെക്കുറിച്ച് ബാക്ക്ഗ്രൗണ്ട് പരിശോധിക്കുന്നു. ചെറിയ പ്രായത്തിലെ അച്ഛനും അമ്മയും നഷ്ടമായി, ശരിയായ ബാക്ക്ഗ്രൗണ്ട് ഇല്ല, ജോലിയില്ല. ഇവനൊരു വലിയ ശിക്ഷ നേടിക്കൊടുക്കാൻ സാധിച്ചതുമില്ല, ജയിൽ റിലീസാവുകയും ചെയ്തു. സാധാരണ ഒരു സീരിയൽ കില്ലർ അല്ലെങ്കിൽ ക്രിമിനൽസ് ഇവർ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടാകും, ഒരു വലിയ തെറ്റായിരിക്കും ചെയ്തത്. പക്ഷെ ആ ഒരു കുറ്റത്തിന് ശരിയായ ശിക്ഷ ലഭിച്ചില്ലെങ്കിൽ ആ കുറ്റം അവർ വീണ്ടും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതായത് ഈ രക്തത്തിന്റെ രുചിയറിഞ്ഞ പൂച്ച മിണ്ടാതിരിക്കില്ലല്ലോ, അതുപോലെ തന്നെ ഇത്രയേറെ ചെയ്തു, എന്നിട്ടും പോലീസ് പിടിച്ചില്ല. 2-3 ദിവസത്തിൽ ജയിലിൽ നിന്ന് പുറത്തേക്ക് വരികയും ചെയ്തു. ഇത് ചെയ്ത ആ വ്യക്തി വീണ്ടും ഈ കുറ്റകൃത്യം ചെയ്യാൻ തുടങ്ങി. എന്നാൽ ഇതിനകം തെറ്റ് ചെയ്ത സ്ഥലങ്ങളിൽ അയാൾ ഇപ്പോൾ ചെയ്യുന്നില്ല. പകരം അങ്ങനെ അടുത്ത 10 വർഷത്തേക്ക് ഓരോ ജില്ലയിലെ പല ഗ്രാമങ്ങളിലും ഇത്തരം കുറ്റകൃത്യങ്ങൾ തുടർച്ചയായി നടന്നു വന്നു. വീണ്ടും അയാളെ അറസ്റ്റ് ചെയ്യുന്നു. എന്നാൽ അപ്പോഴും ഏതൊരു കുടുംബവും മകളോട് മോശമായി പെരുമാറി എന്ന പരാതി നൽകിയിട്ടില്ല. ഒരുപക്ഷെ അങ്ങനെ ഒരു പരാതി നൽകിയിരുന്നെങ്കിൽ അയാൾക്ക് ശരിക്കും 20-25 വർഷത്തെ ജയിൽ ശിക്ഷ നൽകാൻ കഴിയും. എന്നാൽ ആരും അങ്ങനെ പരാതി നൽകിയില്ല. 2ാം തവണയും അറസ്റ്റ് ചെയ്യുന്നു, ചെറിയ ശിക്ഷ കൊടുക്കുന്നു, വിട്ടയക്കുന്നു. അടുത്ത 10 വർഷം വീണ്ടും ഇതുപോലുള്ള കുറ്റകൃത്യങ്ങൾ. ഇങ്ങനെ 1-2 വർഷമല്ല, 1981 മുതൽ ആരംഭിച്ച ഈ ഒരു കുറ്റകൃത്യം ഏകദേശം 32 വർഷത്തോളം തുടർന്നു പോയി. ഒടുവിൽ 2013 ഒരാൾ ഇയാൾക്കെതിരെ പരാതി നൽകാൻ ധൈര്യപ്പെട്ടു. അങ്ങനെ അവർ അയാളെ അറസ്റ്റ് ചെയ്തു. പക്ഷെ അപ്പോഴും ഈ ആഭരണ കേസ് മാത്രമേ ചുമത്തിയുള്ളൂ. കുറച്ച് ശിക്ഷ മാത്രം കിട്ടി, അയാൾ ജയിൽ റിലീസ് ആവുകയും ചെയ്തു. എന്നാൽ 2013 ശേഷം സംഭവിച്ചത് അയാളുടെ ആരോഗ്യത്തിൽ നിരവധി മാറ്റങ്ങൾ സംഭവിക്കുന്നു. അയാൾക്കാണെങ്കിൽ വിവാഹം കഴിഞ്ഞിട്ടില്ല, ബന്ധുക്കളുമില്ല, നോക്കാൻ ആരുമില്ല, വീട്ടിൽ ഒറ്റയ്ക്കാണ്. ദിവസേന ഇയാളുടെ ആരോഗ്യനില മോശമാകാൻ തുടങ്ങി. വൃക്കകളെല്ലാം തകരാറിലായി, ആന്തരിക അവയവങ്ങളെല്ലാം തകരാറിലായി. അങ്ങനെ 2016 അയാൾ മരിച്ചു. അയാളുടെ മരണശേഷം ഈ ഒരു കുറ്റകൃത്യം അങ്ങനെ അവസാനിക്കുന്നു. പക്ഷേ ഇതിൽ ദുഃഖകരമായ ഒരു കാര്യം, ഈ 1981 മുതൽ 2013 വരെ പോലീസ് ഇയാൾക്കെതിരെ ആകെ 55 കേസുകളായിരുന്നു രജിസ്റ്റർ ചെയ്തത്. 55 കേസുകളിൽ 18 എണ്ണത്തിന് മാത്രമേ തെളിവുള്ളൂ. ഈ 18 കേസിൽ മാത്രമേ അയാൾ കുറ്റക്കാരനാണെന്ന് തെളിയിക്കുകയും ശിക്ഷിക്കുകയും ചെയ്തത്. അത് മോഷണത്തിന് മാത്രം ശിക്ഷിക്കപ്പെട്ടു. പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങുകയും ചെയ്തു. വാസ്തവത്തിൽ ഇങ്ങനെ വഞ്ചിച്ച സ്ത്രീകളുടെ എണ്ണം ഇവൻ പറയുന്നത് ഏകദേശം 250 സ്ത്രീകളാണ്. 250 സ്ത്രീകളോട് മോശമായി പെരുമാറി. അപ്പൊ പിന്നെ ഇത്രയും ആഭരണങ്ങൾ ഇവൻ എന്ത് ചെയ്തു എന്നൊരു ചോദ്യം വരാം. അവൻ യാതൊരു ജോലിക്കും പോകില്ലല്ലോ. ഈ ആഭരണങ്ങളെല്ലാം മോഷ്ടിച്ച് സിറ്റിയിൽ ചെന്ന് വിൽക്കും. ആ ലഭിക്കുന്ന പണം ഉപയോഗിച്ച് ആഡംബരമായി ജീവിക്കും. പണം തീരുമ്പോൾ വീണ്ടും ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങും. നമുക്കെല്ലാവർക്കും വീണ്ടും ഒരു സംശയം വരാം, ഒരാൾക്ക് എങ്ങനെ ഈ ഒരു കുറ്റകൃത്യം വിജയകരമായി 30 വർഷത്തോളം ചെയ്യാൻ സാധിച്ചു? ഒരു വീട്ടിൽ പോലും പോകുമ്പോഴും ആർക്കും സംശയം തോന്നിയില്ലേ? ആരും ഇവനോട് എതിർത്ത ചോദ്യമൊന്നും ചോദിച്ചില്ലേ? ഇവിടെയാണ് സൂത്രധാരനായ ജിയാറാം ജത്ത് എന്നയാളെ മനസ്സിലാക്കേണ്ടത്. ഇയാൾ ആ ഗ്രാമത്തിൽ നടക്കുന്ന പല വിവാഹങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. ആ പെൺകുട്ടികളെല്ലാം നോട്ടമിടും. എന്നിട്ട് ആ പെൺകുട്ടിയുള്ള വീട് നിരീക്ഷിക്കാൻ തുടങ്ങും. ആ വീട്ടിൽ ആരെല്ലാം ഉണ്ട്, പുരുഷന്മാർ എത്ര പേരുണ്ട്, പുരുഷന്മാർ എപ്പോഴെല്ലാമാണ് ജോലിക്ക് പോകുന്നത്, ജോലിക്ക് പോയി പുരുഷന്മാർ തിരികെ രാത്രി വരാറുണ്ടോ, ഇനി വന്നില്ല എന്നുണ്ടെങ്കിൽ ആ വീടിന് അവൻ ലക്ഷ്യം വയ്ക്കും. അങ്ങനെ ആ വീട്ടിലേക്ക് കയറും. ആ വീട്ടിലെ സ്ത്രീകൾക്കാണെങ്കിൽ പിന്നെ വരനെ അറിയത്തുമില്ലല്ലോ. തിരഞ്ഞെടുക്കുന്നതാണെങ്കിൽ ഗ്രാമത്തിലെ ചെറിയ ചെറിയ വീടുകളാണ്. അതൊരു പ്രാന്ത പ്രദേശമായിരിക്കും. വഞ്ചിക്കപ്പെടാൻ ഏറെ സാധ്യതയുള്ള ആളുകളും. പിന്നെ വൈദ്യുതിയാണെങ്കിൽ പകുതി സമയവും കാണില്ല. ഇതെല്ലാം അവൻ അനുകൂലമായി മാറി. ആ വീട്ടിൽ ഇരുട്ടത്ത് ചെന്ന് നിന്നാൽ പെട്ടെന്ന് ആരായാലും വിശ്വസിക്കും. ഇങ്ങനെയാണ് 250 കുറ്റകൃത്യം ഇവൻ ചെയ്തത്. പക്ഷേ 250 എന്ന കണക്കും പലർക്കും സംശയമാണ്. വീണ്ടും ഈ എണ്ണം വർദ്ധിക്കാമെന്നാണ് പലരും പറയുന്നത്. പലരും നാണക്കേട് മൂലം മറച്ചു വെച്ചതാണ്. അവന്റെ ഈ മരണശേഷം ഈ കുറ്റകൃത്യങ്ങളെല്ലാം പൂർണ്ണമായും നിലച്ചു. ഈ കേസിനെ കുറിച്ച് അറിയുമ്പോൾ എനിക്ക് തോന്നുന്നത് എല്ലാ കുറ്റകൃത്യങ്ങൾക്കും ഒരു മൂലകാരണമുണ്ടാകും. ഇവിടെ ശൈശവ വിവാഹം. ഈ 12-13 വയസ്സുള്ള ഒരു കുഞ്ഞിനെ വിവാഹം കഴിപ്പിച്ചയക്കുന്ന തെറ്റാണ്. കൂടാതെ ആ ഗ്രാമത്തിൽ വിദ്യാഭ്യാസ കുറവ് മൂലമുള്ള അജ്ഞതയുമുണ്ട്. അല്ലെങ്കിൽ ഇത് മുതലെടുത്താണ് അവൻ ഈ കുറ്റകൃത്യങ്ങളെല്ലാം ചെയ്തത്. എന്നാൽ ഇവൻ ഈ ക്രൈമിൽ ചെയ്ത വളരെ വ്യത്യസ്തമായ ഒരു കാര്യം, സത്യത്തിൽ വലിയ വലിയ സീരിയൽ കില്ലേഴ്സ് പോലും ഇത് ചെയ്തിട്ടില്ല. ഇംഗ്ലീഷിൽ ഇതിനെ സൈക്കോളജിക്കൽ മാനിപ്പുലേഷൻ എന്ന് പറയും. അതായത് എന്ത് ചെയ്താൽ നമ്മൾ പോലീസിൽ അകപ്പെടാതിരിക്കും എന്നുള്ളത് മനസ്സിലാക്കി അവൻ പ്രവർത്തിച്ചു. സ്വർണം മാത്രം മോഷ്ടിച്ചു കൊണ്ടുപോയാൽ
തീർച്ചയായും അവർ പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കും, പിടിക്കപ്പെടും. അതുകൊണ്ട് അവരുടെ മകളുടെ കൂടെ ഒരു ദിവസം താമസിച്ചു. അതാവുമ്പോൾ ആരും പോലീസിൽ ഒരു കംപ്ലൈന്റ് കൊടുക്കില്ല. ഇങ്ങനെയാണ് ഒരു സൈക്കോളജിക്കൽ മാനിപ്പുലേഷൻ ഇവൻ ചെയ്തത്. പക്ഷെ എത്ര തന്നെ ഈ സൈക്കോളജിക്കൽ മാനിപ്പുലേഷൻ ചെയ്താലും ഇപ്പോഴും മനസ്സിലാകാത്തൊരു കാര്യം, മുഖം പോലും അറിയാത്ത ഒരു വ്യക്തി വീടിനുള്ളിലേക്ക് കയറി വരുമ്പോൾ മരുമകനാണെന്ന് ഇവർ എങ്ങനെയാണ് കണ്ണടച്ച് വിശ്വസിച്ചത്? മകളുമായി ഒരു ദിവസം താമസിക്കാനും അനുവദിച്ചു. അപ്പോൾ ആ ഗ്രാമത്തിലെ ജനങ്ങളുടെ മാനസികാവസ്ഥ എങ്ങനെയായിരിക്കും? അവർ എത്രത്തോളം അജ്ഞതയും നിസ്സഹായരുമായിരുന്നിരിക്കണം? ഇത് ശരിക്കും സങ്കല്പിക്കാൻ പോലും കഴിയുന്നില്ല. കൂടാതെ ഇതിൽ ബാധിക്കപ്പെട്ട പെൺകുട്ടികളുടെ അവസ്ഥ. ഭർത്താവാണെന്ന് ഒരാൾ വരുന്നു, ഒരു ദിവസം താമസിക്കുന്നു, സ്വർണം എടുത്തുകൊണ്ടു പോകുന്നു, പിന്നീടാണ് മനസ്സിലാകുന്നത് അയാൾ സ്വന്തം ഭർത്താവല്ല എന്ന്. സത്യത്തിൽ ദുഃഖകരമായ ഒരു സംഭവം തന്നെയാണ്. ഇന്നും ആ ഗ്രാമത്തിലെ ആളുകൾക്ക് ഇത് നികത്താനാകാത്തൊരു ദുഃഖമാണ്. ഇപ്പൊ പോലും നിങ്ങൾ പോയി ഈ സംഭവത്തെക്കുറിച്ച് ചോദിച്ചാൽ അവർ സംസാരിക്കാൻ പോലും തയ്യാറാകില്ല. അത്രയ്ക്കുണ്ട് ഈ ഒരു കുറ്റകൃത്യം ആളുകളിൽ സൃഷ്ടിച്ച ആഘാതം. എന്നാൽ എല്ലാ മോശം കാര്യത്തിലും ഒരു നന്മയുണ്ടാകുമെന്നൊക്കെ പറയുന്നത് പോലെ ഇവൻ 250 സ്ത്രീകളുടെ ജീവിതം നശിപ്പിച്ചാലും ഇവൻ നല്ലൊരു കാര്യം, ആരെയും കൊന്നില്ല, ആരെയും ശാരീരികമായി ഉപദ്രവിച്ചിട്ടില്ല, മോശമായി പെരുമാറി, ആഭരണങ്ങൾ കൈക്കലാക്കി സ്ഥലം വിട്ടു, ആർക്കും ഒരു ഉപദ്രവവും നൽകിയിട്ടില്ല. രാജസ്ഥാനിലെ ഒരു ഗ്രാമത്തിൽ നടന്ന വളരെ വിചിത്രമായ കുറ്റകൃത്യത്തെക്കുറിച്ച് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. ഇങ്ങനെയുള്ള വ്യത്യസ്തമായ വീഡിയോസ് കാണാനായി വിക്കിവോക്സ് മലയാളം എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.